ഹായ് നമസ്കാരം. M4 വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോയത് തൃശ്ശൂരുള്ള സൂവിലാട്ടോ. അങ്ങനെ പോയിട്ട് നമ്മൾ ആദ്യം കയറിയത് നമ്മുടെ ഗജവീര രാജാക്കന്മാരുടെ അടുത്തേക്കാണ്. അതായത് നമ്മുടെ സ്നേക്സ്, പാമ്പ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ വലിയൊരു പാമ്പിനെ കണ്ടിട്ടോ. അപ്പം തന്നെ കിളി ഏകദേശം പോയി. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് അടുത്തേക്കൊന്നും പോയൊന്നുമില്ല. പിന്നെ ക്യാമറയുടെ ഒക്കെ പവർ കൊണ്ടും ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിനകത്തൊക്കെ വലിയ പാമ്പുകളാണ്. ഓരോ കൂട്ടുകളിലായിട്ട് അവർക്ക് കഴിക്കാനുള്ളതും താമസിക്കാനുള്ള കൂട് അങ്ങനെയൊക്കെ. സൂവിൽ പോയ എല്ലാവർക്കും അറിയാം, എന്നാലും എൻ്റെ വക ഒരു എക്സ്പ്ലനേഷൻ വേണമല്ലോ. അങ്ങനെ പാമ്പിനെയും ഒക്കെ കണ്ട് നമ്മൾ അങ്ങനെ കുറച്ച് കണ്ടിട്ട് നമ്മൾ ബാക്കി ഇറങ്ങിയിട്ട് നമ്മൾ ഫുള്ളൊന്നും കാണാൻ നിന്നില്ല. അതായത് കുറച്ച് കണ്ടപ്പോൾ തന്നെ എന്തോ മനസ്സിന് വല്ലാണ്ടൊരു പേടിയോ അങ്ങനെയൊക്കെ തോന്നി. പിന്നെ കൂടുള്ള ആളാണെങ്കിൽ അതിലും മീതെ രാത്രിക്ക് എടുക്കുമ്പോൾ സ്വപ്നം കാണും, മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും കൂടിയും പേടിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനും മനസ്സോടുക്കനെ ഫുള്ളായിട്ടൊന്നും കാണാൻ നിന്നില്ല. അങ്ങനെ കൂടെ വന്നതിൻ്റെ ശല്യം സഹിക്കയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ സ്വീറ്റ് ആൻഡ് ലവ്ലി മാനുകളുടെ അടുത്ത് പോയിട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് അവരൊരു സൈഡിലും പിന്നെ മറ്റുള്ള കുറച്ച് മാനുകൾ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. പക്ഷേ ഈ സൈഡിലുള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു യൂട്യൂബറാണ് ശരിക്കും നിൽക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു മാന് കറക്റ്റായിട്ട് നിന്ന് തന്നു കേട്ടോ. കണ്ടോ നോക്കുന്നത്, അവർ അടിപൊളിയായിട്ട് നമുക്ക് നിന്ന് തരുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കാട്ടിലെ രാജാവ്, യമണ്ട രാജാവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ രാജാവിന് ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ രാജാവ് ഈ കൂട്ടിലും നോക്കുന്നുണ്ട്, ആ കൂട്ടിലും നോക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളെ കിട്ടിയാൽ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അനിയൻ്റെ അടുത്ത് പോയി. രാജാവിൻ്റെ അനിയൻ അവിടെ കിടക്കുകയാണ്. അങ്ങനെ അനിയൻ്റെ അടുത്ത് പോയി. അതിൻ്റെ അപ്പുറത്ത് ചേട്ടൻ്റെ മോനുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കി. ആ സമയത്ത് ഇയാളുടെ മട്ടും പാവൊക്കെ മാറിയിട്ടോ. ഞങ്ങൾ പേടിച്ചിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് നടക്കാൻ നോക്കിയപ്പോൾ അവിടെയുള്ള ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട, വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ ആള് സൈലൻ്റ് ആയിട്ടോ ചേട്ടൻ പറഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ മങ്കിക്യാപ്പിൻ്റെ അടുത്ത് പോയി. അങ്ങനെ മങ്കിക്യാപ്പ് ഞങ്ങൾ കുറേ കൊന്നലും കുത്തും ഞങ്ങളോട് കുറച്ച് സംസാരിക്കണ പോലെയൊക്കെ തോന്നി. അതിലുള്ള ആർക്കൊക്കെ എന്നോട് എന്തൊക്കെ സംസാരിക്കാനുള്ള പോലെയൊക്കെ ഒരു വിമ്മലോ അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് മറ്റേ ആളുടെ ലവ്വർ അതേ പോണത്, നമ്മുടെ ക്യാറ്റ്. ആളെ മറ്റവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് പോകുക കേട്ടോ. അപ്പം നമ്മളിന്ന് മൈൻഡ് ചെയ്യണില്ല. അങ്ങനെ ഞങ്ങൾ അവരെ സംസാരം മുടക്കിയ ദേഷ്യത്തിൽ ഞങ്ങളെ നന്നായി നോക്കിയിട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒന്നും കൂടി അവിടെ നിൽക്കാൻ തോന്നി. ഇവരെന്താ സംസാരിക്കണമെന്ന് നമുക്ക് നോക്കണമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികൾ ഏകദേശം അങ്ങനെ അല്ലേ. അങ്ങനെ ഞങ്ങൾ നോക്കി നിന്ന് അപ്പൊന്നും അവരൊന്നും സംസാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആകെ ചമ്മിപ്പോയി. പക്ഷെ ഞങ്ങളങ്ങനെ വിട്ടുകൊടുത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അടുത്ത സെറ്റിലേക്ക് പോയി. അങ്ങനെ അടുത്ത സെറ്റിൽ പോയി അവരോട് കുറച്ച് കുശലം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങളോട് ഇങ്ങോട്ടും സംസാരിച്ചു, അവരോട് ഞങ്ങളും സംസാരിച്ചു. പക്ഷേ എന്താ സംസാരിച്ചതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടർക്കും മനസ്സിലായില്ല.
അങ്ങനെ കുറച്ച് സംസാരിച്ചിട്ട് ഞങ്ങൾ ടാറ്റ കാട്ടി വാ വാ പറഞ്ഞിട്ട് വിളിക്കുന്ന നമ്മുടെ മറ്റേ ഇയാളെ പേരെനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ദൂരെ നിന്ന് ഒരുപാട് വിളിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ അതുപോലെ തന്നെ ടാറ്റ കാട്ടി ടാറ്റ ബൈ